ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓരോരോ ചെറിയ ചെറിയ കമാൻഡുകളാണ് നോക്കിയത്. അപ്പം ഇനി നമുക്ക് പതുക്കെ പ്രോഗ്രാം ലാംഗ്വേജിലേക്ക് കിടക്കണം. അപ്പം ഞാനിതിനകത്ത് ഇപ്പം ഉബുണ്ടു ലിനക്സിൽ ഇപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് പൈതൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് CPP എന്നും ആദ്യമേ തുടങ്ങാൻ നേരെ ഡയറക്റ്റ് പൈതണിലേക്ക് പോകുന്നത്. കാരണം ഒട്ടുമിക്ക പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർക്കും ഇത് ബേസിക്കായിട്ട് അറിയാവുന്നതാണ്. അപ്പം ഒക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം ഞാൻ പറയുമ്പോൾ ബേസിക്കിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഡയറക്റ്റ് തന്നെ ലാംഗ്വേജിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നമ്മുടെ OSൽ ബിൽട്ടിനായിട്ട് ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ മുതലായിരിക്കും കൂടുതലായിട്ട് ഇതിൻ്റെ കോഡിങ്ങുകളും പ്രോഗ്രാമിങ്ങുകളും ഒക്കെ അതിലേക്ക് കിടക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ടെർമിനൽ ഓപ്പൺ ചെയ്യാം, Ctrl+Alt+T. ഇനി നമുക്ക് എന്താ പറയുക, നമ്മുടെ കയ്യിൽ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട്, ഇപ്പോൾ ഏതാണോ സോഫ്റ്റ്വെയർ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ആദ്യം അതിൻ്റെ പേര് തന്നെ ടൈപ്പ് ചെയ്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പൈതൺ 2 ഇതിൽ ഇൻസ്റ്റാൾഡ് ആണോ എന്ന് നോക്കുവാണ്. അപ്പം പൈതൺ 2 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സ്പേസ് കൊടുക്കുക, 2 ഹൈഫൻ വെർഷൻ കഴിഞ്ഞ് സ്പേസ് ഇടാതെ വേണം വെർഷന് ടൈപ്പ് ചെയ്യാൻ. ഓക്കെ, അപ്പം പൈതൺ 2.7.18 എന്ന് പറയുന്ന വെർഷൻ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പൈതൺ 3 ഇൻസ്റ്റാൾഡ് ആണോ എന്നാണ്. അപ്പം പൈതൺ 3 ഹൈഫൻ പൈതൺ 3 ഹൈഫൻ വെർഷൻ ഓക്കെ. അപ്പം നമ്മളുടെ ഇതിൽ രണ്ടും ഇൻസ്റ്റാൾഡ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ മെഷീനിൽ ഇത് ഇൻസ്റ്റാൾഡ് അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം പൈതൺ 2 ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം പൈതൺ 2 ഓൾമോസ്റ്റ് ബിൽഡിനായി തന്നെ ഇൻസ്റ്റാൾഡ് ആയിരിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ പൈതൺ 2 ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം പൈതൺ 3 ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കമാൻഡ് എന്താണെന്നുള്ളത് കൂടെ ഞാനിപ്പോൾ പറയാം. അതിന് sudo സ്പേസ് apt സ്പേസ് ഇൻസ്റ്റാൾ പൈതൺ 2 അത് ഉപയോഗിക്കുമ്പം നമ്മളോട് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് കാണിക്കും. ഇതിപ്പം ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ അപ്ഗ്രേഡ് ചോദിക്കുന്നത്. അപ്പം ഇതിനകത്ത് റിമൂവ് ചെയ്യാനായിട്ടും അപ്ഗ്രേഡ് ചെയ്യാനായിട്ടും ഉള്ളതേ ചോദിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, sudo apt auto remove to remove them. കാരണം ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയത് കാരണം റിമൂവ് ചെയ്യാനുള്ളതാണ് ചോദിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് ചോദിച്ചിട്ട് y/n എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ അതിൽ y മെൻഷൻ ചെയ്യുന്നത് യെസ് എന്നും നോ മെൻഷൻ ചെയ്യുന്നത് ഇൻസ്റ്റാളേഷൻ വേണ്ട, ക്വിറ്റ് ചെയ്യാം, നോ എന്നുള്ളതുമാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ y പ്രസ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾഡ് ആകും. ഓക്കെ, അപ്പം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് അത് റിമൂവ് ചെയ്യാനായിട്ടുള്ള കമാൻഡ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പൈതണിലേക്ക് നമുക്ക് എങ്ങനെയാണ് കയറുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ഇപ്പം പ്രോഗ്രാം ലാംഗ്വേജ് ഏതാണെങ്കിലും നമ്മൾ അതിൽ കയറാനായിട്ട് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പൈതൺ ആണ്, പൈതൺ 3 എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൈതണിലേക്ക് കയറും. ഇപ്പോൾ പൈതൺ 3.8.5 ഡിഫോൾട്ട് ജാനുവരി 27 2021 3:41 15 സെക്കൻഡിലാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതാണ് ആ ടൈം കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത്
ഇപ്പോൾ പൈതണിൽ കയറി, അതാണ് നമ്മുടെ ഇവിടെ ഈ ഒരു സിമ്പൽ വരുന്നത്. ഇനിയിപ്പോൾ പൈതണിൽ കയറി ഇനി നമുക്കൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കാം നമ്മുടെ പൈതൺ വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന്. അതിന് നമുക്ക് ആദ്യമേ തന്നെ പ്രിൻ്റ് കമാൻഡ് കൊടുക്കാം. പ്രിൻ്റ് സ്പേസ് ഓപ്പൺ ബ്രാക്കറ്റ് എക്സ്പ്ലനേഷൻ ഹലോ ഫ്രണ്ട്സ്, പിന്നെ വീണ്ടും ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇട്ട് ഓക്കെ. ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം എന്താ പറയുക, നമ്മൾ പൈതണിൽ കയറി നമ്മുടെ പൈതൺ വർക്കിംഗ് ആണ്. ഇപ്പം ഇത് ഇങ്ങനെയാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇൻസ്റ്റാൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ sudo സ്പേസ് apt സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് നിങ്ങളുടെ പൈതൺ 2 ഇൻസ്റ്റാൾഡ് അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം പൈതൺ 2 കൊടുത്ത് എൻ്റർ ചെയ്യുക. പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ വെർഷനും ഡീറ്റെയിലുകളും എഴുതിയതിന് ശേഷം y/n എന്ന് ചോദിക്കും. അത് മോസ്റ്റ് പ്രോബബ്ലി റെഡ് ലൈനിലോ മറ്റോ മെൻഷൻ ചെയ്തായിരിക്കും ചോദിക്കുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതിൽ പ്രസ് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഇൻസ്റ്റാൾ ആയിക്കോളും. വലിയ സമയമൊന്നും എടുക്കത്തില്ല. അത് നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് പോലെ ആയിരിക്കും അത് ഇൻസ്റ്റാൾ ആകുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ പൈതണിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് എക്സിറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. അപ്പോൾ നമ്മൾ ജാവയിൽ നിന്ന് എക്സിറ്റായി. ഇനി നമുക്ക് ടെർമിനലിൽ നിന്നും എക്സിറ്റ് ആകാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തേക്ക് ഇത്ര മാത്രം. അടുത്ത ദിവസം ഇനി പൈതണിലുള്ള കോഡിങ്ങുകളെ കുറിച്ചും ലാംഗ്വേജിനെ കുറിച്ചുമായിട്ട് കൂടുതലായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. ബൈ, ടേക്ക് കെയർ.